ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ കൊണ്ടുവന്നത് ടി വി എസ് റൈഡർ 125 ആണ്. ഈ ഒരു കുഞ്ഞൻ ബൈക്ക് ഉണ്ടല്ലോ, റിയലി ഇംപ്രസ് മീ. 125cc ഉള്ളൂ എന്ന് പറഞ്ഞാലും അതിൻ്റെ പെർഫോമൻസും അതിൻ്റെ ഒരു കംഫേർട്ടും എല്ലാം റിയലി ഇംപ്രസ് മീ. ഫ്രണ്ടിൽ നിന്ന് ലുക്ക് നല്ല ക്യൂട്ടാണ്, ഒരു ഫ്യൂച്ചറിസ്റ്റിക് ലുക്കാണ് ഫ്രണ്ടിൽ നിന്ന് കൊടുത്തിരിക്കുന്നത്. സൈഡിൽ നിന്നുള്ള ലുക്ക് നല്ല രസമുണ്ട്. ഈ റെഡ് ആൻഡ് ബ്ലാക്ക് കോംബോ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. റൈഡറിൻ്റെ ബാക്കിൽ നിന്നുള്ള ലുക്ക് ഇങ്ങനെയാണ്, ഓപ്പോസിറ്റ് സൈഡിലെ ലുക്ക് ഇങ്ങനെയാണ്. ആ സൈലൻസർ കണ്ടാൽ ഒരിക്കലും 125cc ബൈക്ക് എന്ന് പറയില്ല കേട്ടോ. ബാക്കിലെ ടയർ വരുന്നത് 110/80/17 ആണ്. ബാക്കിലെ ഷോക്ക് അബ്സോർബ് മോണോഷോക്കാണ്, അത് 5 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിളും ആണ്. ടോപ്പ് വേരിയൻസിന് ബാക്കിൽ ഡിസ്ക് ബ്രേക്കാണ് വന്നിരിക്കുന്നത്. പിന്നെ ഒരു ടച്ചായിട്ട് ഈ റെഡ് കാലിപ്പേഴ്സിന് മേളിൽ ബ്ലാക്ക് കവറും കൊടുത്തിട്ടുണ്ട്. എക്സോസ്റ്റ് റബ് ചെയ്ത് കയറുമ്പോൾ ഉണ്ടല്ലോ, നല്ലൊരു നോട്ടാണ് കേട്ടോ, നല്ല എൻജോയബിൾ നോട്ടാണ്. പിന്നെ ഇവിടെ ഒരു റേസിംഗ് കൗളുണ്ട്, അത് OBD2E എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു സ്റ്റൈലിഷ് റേസിംഗ് കൗളും കൊടുത്തിട്ടുണ്ട് വണ്ടിക്ക്. അതുപോലെ തന്നെ ഐഗോ അസിസ്റ്റും ടോപ്പ് വേരിയൻസിൽ വരുന്നുണ്ട്. ഫ്രണ്ടിലത്തെ ടയർ സൈസ് 19/90/17 ആണ്. റെഡ് കളറാണ് ഫ്രണ്ടിലത്തെ വീൽ വന്നിട്ട്, കാലിപ്പർ റെഡാണ്. അതുപോലെ ബാക്കിൽ ബ്ലാക്ക് വീലാണ് വന്നേക്കുന്നത്, അതിൽ ബ്ലാക്ക് ഒരു കവറിങ്ങും കൊടുത്തിട്ടുണ്ട് കാലിപ്പേഴ്സിന്. വണ്ടിയിൽ കയറിയിരുന്ന് റൈഡ് ചെയ്യുമ്പം എങ്ങനെയാണ് ലുക്കെന്ന് ചോദിച്ചാൽ ഈ ഒരു ലുക്കായിരിക്കും വരിക. അത്യാവശ്യം മസ്കുലിൻ ആണ് കേട്ടോ. ഈ ബൈക്കിൻ്റെ സ്റ്റാർട്ടിംഗ് സ്ക്രീൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നല്ലൊരു TFT ഡിസ്പ്ലേ ആണ് ടോപ്പ് വേരിയൻറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഒരു ലോഡ് ഫീച്ചേഴ്സ് കുത്തി നിറച്ച് തന്നെ TVS ഈ ഒരു വണ്ടി നമുക്ക് തരുന്നതും. നിങ്ങൾക്കറിയാവോ, ഈ ഒരു വണ്ടിയിൽ ലൈവ് ക്രിക്കറ്റ് സ്കോറും അതുപോലെ തന്നെ വെതർ അപ്ഡേറ്റ്സും TVS എനേബിൾ ചെയ്തിട്ടുണ്ട്. ഇൻഡിക്കേഷൻസ് നോക്കിയാൽ ലോ ഫ്യൂവൽ, ABS, സൈഡ് സ്റ്റാൻഡ്, ഇൻകമിംഗ് മെസ്സേജസ്, അതുപോലെ ചെക്ക് എൻജിൻ ഇൻഡിക്കേഷൻസും നമുക്ക് കാണാൻ സാധിക്കും. യെല്ലോ പാസ്, അടുത്തത് ഹൈ ബീം, ലോ ബീം, പിന്നെ ഇൻഫർമേഷൻ സ്വിച്ച്, അതുപോലെ ബ്ലൂടൂത്ത് കാര്യങ്ങൾ, പിന്നെ ഇൻഡിക്കേറ്റർ, താഴെ ഹോൺ. ഇപ്പുറത്തെ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ റൈഡ് മോഡ്സ് സെലക്ടറും കാണാൻ പറ്റും. ഇതിനകത്ത് പവറും ഉണ്ട്, എക്കോയും ഉണ്ട്. അപ്പം എക്കോയിൽ കുറച്ച് ഫ്യൂവലിംഗ് ഓക്കെയാണ്, പക്ഷേ പവർ ഇട്ട് കഴിയുമ്പോഴാണ് ഫ്യൂവലിംഗ് പക്കയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മെനുവിൻ്റെ സ്വിച്ച് കാണാം. പിന്നെ ഇത് വണ്ടിയുടെ ഇഗ്നിഷൻ സ്വിച്ച്, ഇതിന് സൈലൻറ്റ് സ്റ്റാർട്ടാണുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് USB പോർട്ട് കൊടുത്തിട്ടുണ്ട്, ഈസിലി ആക്സസിബിൾ ആയിട്ടോ USB പോർട്ട്. TVS റൈഡറിൻ്റെ ലുക്ക് പറയുകയാണെങ്കിൽ ഐ ആം വെരി ഇംപ്രസ്ഡ്. ഭയങ്കര രസകരമായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. കുറേ കളർ സ്കീംസ് ഈ വണ്ടിക്ക് വരുന്നുമുണ്ട്. TVS റൈഡർ 125 ഓടിക്കാൻ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ആദ്യം എർഗണോമിക്സ് പറയാം. എർഗണോമിക്സ് അത്യാവശ്യം സ്പോർട്ടിയാണ്. ഒരു 125cc വണ്ടി ഇത്ര സ്പോർട്ടി ആയിരിക്കും ഞാൻ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല. പിന്നെ നമ്മൾ പവർ പറയുകയാണെങ്കിൽ 125cc എഗെയിൻ, പക്ഷേ എക്കോയിൽ ഇട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഫ്യൂവലിംഗ് അത്രയും അങ്ങ് എൻജോയബിൾ അല്ല. പക്ഷേ പവർ മോഡിലേക്ക് ഇട്ട് കഴിയുമ്പോൾ ഫ്യൂവലിംഗ് നല്ല രീതിയിൽ എൻജോയബിളാണ്. പവറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് എൻജിൻ സ്പെക്കും കൂടെ ഒന്ന് പറഞ്ഞു പോകാം. ഇതിൻ്റെ അകത്ത് വരുന്നത് എൻജിൻ 124.8cc ആണ്. അതിൻ്റെ മാക്സ് പവർ വരുന്നത് 8.37 kW അറ്റ് 7500 RPMവും. മാക്സ് ടോർക്ക് വരുന്നത് 11.2 Nm അറ്റ് ദ റേറ്റ് 6000 RPM, 11.75 Nm അറ്റ് ദ റേറ്റ് 6000 RPM ഐഗോ അസിസ്റ്റ് വരുമ്പം. ഈ ഐഗോ അസിസ്റ്റ് എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് സ്റ്റാർട്ടർ ജനറേറ്റർ, അതുപോലെ തന്നെ ബാറ്ററിയും കൂടി ഉപയോഗിച്ച് ഒരു സ്മോൾ ഇലക്ട്രിക് ബൂസ്റ്റ് കിട്ടുന്നതാണ് ഐഗോ അസിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയൊരു അത് റീഫില്ലാകാൻ സമയമെടുക്കും. റീഫില്ലായി കഴിയുമ്പോൾ ഫുൾ ത്രോട്ടിൽ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ ചെറിയൊരു ബൂസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഷോക്കിലേക്ക് വരാം. ഷോക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ബമ്പിക്ക് അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക്കാണ്, ബാക്കിൽ മോണോഷോക്കാണ്, 5 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിളാണ്. ഇനി നമ്മൾ ബ്രേക്കിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ ഫ്രണ്ടും ബാക്കും ഡിസ്ക്കാണ്, പക്ഷേ ഫ്രണ്ടിൽ മാത്രമേ ABS വരുന്നുള്ളൂ. ആവശ്യത്തിനുള്ള ബൈറ്റ് ഉണ്ട് ഈ TVS റൈഡറിൻ്റെ ബ്രേക്സിന്, അത്യാവശ്യം നല്ല ബൈറ്റ് ഉണ്ട്. സോ ഐ ആം സാറ്റിസ്ഫൈഡ്. ടയേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ വേരിയൻസ് അനുസരിച്ച് ടയറിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. ടോപ്പ് വേരിയൻസിന് കുറച്ചും കൂടെ വീതി കൂടിയ ടയറാണ് TVS കൊടുത്തിരിക്കുന്നത്. ഹാൻഡ്ലിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുവാണെങ്കിൽ ഭയങ്കര നിമ്പിളൊരു ബൈക്കാണ്. നമുക്ക് ഈസി ആയിട്ട് കുത്തിക്കയറ്റിക്കൊണ്ട് പോകാൻ പറ്റും. ഭയങ്കര നിമ്പിളാണ്, ഭയങ്കര എൻജോയബിളായിട്ട് സിറ്റിയിൽ ഓടിക്കാൻ പറ്റുന്നൊരു ബൈക്കാണ് TVS റൈഡർ 125.
സീറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പം സീറ്റിങ്ങും നല്ല കംഫർട്ടബിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്പ്ലിറ്റ് സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിപ്പം കംഫർട്ടും അതുപോലെ തന്നെ ഒരു സ്റ്റൈലിഷ് ഫീലും നമുക്ക് തരുന്നുണ്ട്. പിന്നെ ടി വി എസ് അവകാശപ്പെടുന്നത് ഈ ഒരു വണ്ടി ബെസ്റ്റ് ഇൻ ക്ലാസ് ആക്സലറേഷൻ ഉണ്ടെന്നാണ്. 0 to 60 കയറാൻ വേണ്ടി 5.8 സെക്കൻഡ്സ് മാത്രമേ ഈ വണ്ടിക്ക് ആവശ്യമുള്ളൂ. പിന്നെ ഈ ഒരു വണ്ടിയുടെ ഫ്യൂവൽ കപ്പാസിറ്റി വരുന്നത് അല്ലെങ്കിൽ ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 10 ലിറ്ററാണ്. ഒരു 50+ മൈലേജ് ഈസി ആയിട്ട് കിട്ടും. സോ ഈസി ആയിട്ട് 500 മേളിൽ ഒറ്റ ഫില്ലിൽ നമുക്ക് ഓടിച്ച് എത്താൻ പറ്റും. പിന്നെ ഈ ഒരു വണ്ടിയിൽ എനിക്കിഷ്ടപ്പെട്ട വേറൊരു ഫീച്ചർ ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റേഴ്സ് കാണിക്കുന്നുണ്ട്. അത് ഇപ്പോൾ ഏത് ഗിയറിലാണോ അത് അപ്പ് ചെയ്യണോ ഡൗൺ ചെയ്യണോ എന്ന് വണ്ടി കാണിക്കുന്നുണ്ട്. അതിനകത്ത് ക്വിർക്കിയായ ഒരു സംഭവം ഞാൻ കണ്ടത്, പവർ മോഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അത്യാവശ്യം റെബിലാണ് നിൽക്കുന്നതെങ്കിലും പവർ മോഡ് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി നമ്മളടുത്ത് പറയും ഗിയർ ഡൗൺ ചെയ്യുക, എന്നിട്ട് കൈ കൊടുക്കുക, നമുക്ക് പറക്കാവുന്ന വണ്ടി പറയും. ഒരു ക്വിർക്കി ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. ഈ ഒരു ബൈക്കിനുണ്ടല്ലോ ഹസാർഡ് സ്വിച്ച് ഞാൻ കണ്ടില്ല, പക്ഷേ വണ്ടി ഒന്ന് സ്റ്റോളായി നിന്നപ്പം ഹസാർഡ് ഓണായി. അത് നല്ലൊരു ഫീച്ചറാണ്. ഒരു ഇടി കിട്ടുന്നത് നമ്മളെ രക്ഷിക്കും. അതുപോലെ തന്നെ ടി വി എസ് റൈഡർ 125 ഇൻ്റലിജൻറ്റ് സ്റ്റോപ്പ് സ്റ്റാർട്ട് ടെക്നോളജി ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ലൈറ്റിൽ പോയി നിന്ന്, ലൈറ്റ് എന്ന് വെച്ചാൽ ഒരു ട്രാഫിക് ലൈറ്റിൽ പോയി നിന്ന് കഴിയുമ്പോൾ നമ്മുടെ സ്ക്രീനിൽ കാണിക്കും വണ്ടി ഓഫാക്കാൻ പോവാന്ന്. അപ്പോൾ അത് കഴിയുമ്പോൾ വണ്ടി ഓഫാവും. അത് കഴിഞ്ഞ് നമ്മൾ ഫുൾ ത്രോട്ടിൽ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവും. ഇത് ഞാൻ നേരത്തെ കാറിലൊക്കെയാണ് കണ്ടേക്കുന്നത്. എനിക്കൊന്ന് സ്പ്ലെൻഡറിലും ഇങ്ങനെയൊക്കെ ഒരു ടെക്നോളജി പണ്ട് വന്നതായിട്ട് ഞാൻ ഓർക്കുന്നു. പക്ഷേ അത് ഒന്ന് യൂസ് ടു ആകാൻ കുറച്ച് സമയം എടുക്കും. പക്ഷേ യൂസ് ടു ആയിക്കഴിഞ്ഞാൽ ഒരു നല്ല ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. ഈ ഒരു വണ്ടിക്കും ടി വി എസ് GTT ടെക്നോളജി കൊടുത്തിട്ടുണ്ട്, ഗ്ലൈഡ് ത്രൂ ട്രാഫിക്. അപ്പം നമ്മൾ ക്ലച്ച് താങ്ങാതെ നമുക്ക് ട്രാഫിക്കിൽ കൂടെ ക്രോൾ ചെയ്യാൻ പറ്റും. അത് നമുക്ക് മെയിനായിട്ട് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗിയറിലാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ സൈലൻറ്റ് സ്റ്റാർട്ടും ഈ വണ്ടിക്കും ടി വി എസ് കൊടുത്തിട്ടുണ്ട്. ഈ വണ്ടി ഫുൾ ഓൺ ഹൈടെക് ആക്കാൻ തന്നെ ടി വി എസ് ഓൺ ദ ഗോ കോൾ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ സിംഗിൾ ടച്ച് ബട്ടൺ ഓപ്പറേഷനും അതിൽ വോയിസ് അസിസ്റ്റും ഈ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. ടോപ്പ് വേരിയൻറ്റ് റൈഡർ 125 ഫോളോ മീ ഹെഡ് ലാമ്പും ടി വി എസ് കൊടുത്തിട്ടുണ്ട്. കാലം പോയ പോക്കെ. നമുക്കിനി ഈ വണ്ടിയുടെ പ്രൈസിങ്ങും അതുപോലെ തന്നെ ഏതൊക്കെ വേരിയൻസ് ആണോ ഉള്ളത് എന്ന് നോക്കാം. ടി വി എസ് റൈഡറിൻ്റെ പ്രൈസ് നമ്മൾ പറയുമ്പോൾ 91,490 തൊട്ട് 99,330 റുപ്പീസ് എക്സ് ഷോറൂം. കേരളയിലെ പ്രൈസ് ആയിട്ടോ ഞാൻ പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഞാൻ പറയുകയാണെങ്കിൽ TFT ഡ്യുവൽ ഡിസ്ക് വണ്ടികളായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ടി വി എസ് റൈഡർ 125 കളേഴ്സ് നമുക്ക് നോക്കാം. ഒന്ന് നൈട്രോ ഗ്രീനാണ്, രണ്ടാമത്തെ നാർഡോ ഗ്രേ നമുക്ക് പറയാം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ വിക്കറ്റ് ബ്ലാക്ക് ആണ്, റെഡ് വീൽസും ഉണ്ട്, അതിന് നല്ല ലുക്കുണ്ട്. പിന്നെ ഉള്ളത് മാറൂൾ ഇൻസ്പയർഡ് അയൺമാൻ തീമുണ്ട്, പിന്നെ ബ്ലാക്ക് പാന്തർ തീമുണ്ട്, പിന്നെ വരുന്നത് ഡെഡ് പൂൾ തീമുണ്ട്, പിന്നെ വരുന്നത് വോൾവറിൻ തീമിലും നമുക്ക് കളർ സ്കീം അവൈലബിൾ ആണ് ടി വി എസ് റൈഡർ 125. ബാക്കിയുള്ള കളേഴ്സ് നോക്കിയാൽ സ്ട്രൈക്കിംഗ് റെഡാണ്, ഇതിന് ഫ്രണ്ടിൽ റെഡും ബാക്കിൽ ബ്ലാക്കുമാണ്. ഇത് പിന്നെയുള്ള മെറ്റാലിക് ബ്ലൂ, ഇതിന് ഫ്രണ്ടിൽ ബ്ലൂ ബാക്കിൽ ബ്ലാക്കാണ്. ഇതൊക്കെയാണ് കളർ സ്കീംസ് വരുന്നത്. എല്ലാ കളേഴ്സും എല്ലാ വേരിയൻസിനും ഇല്ല കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ നോക്കാൻ മറക്കല്ലേ. ഈ ഒരു റിവ്യൂ അല്ലെങ്കിൽ ഒരു ബയേഴ്സ് ഗൈഡ് ഞാൻ സമ്മറൈസ് ചെയ്യുവാണെങ്കിൽ ഐ ആം റിയലി ഇംപ്രസ്ഡ്. ഒരു 125cc ഇത്രയും എൻജോയബിളായിട്ട് ഓടിക്കാൻ പറ്റും. ഇത്രയധികം ഫീച്ചേഴ്സ് ഉണ്ട്, പിന്നെ ഇത്രയധികം കളർ സ്കീംസ് ഉണ്ട്. ടെക്നോളജി ഇതുപോലെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു 125 എനിക്ക് തോന്നുന്നില്ല വേറെ ഉണ്ടെന്ന്. ഐ എം റിയലി ഇംപ്രസ്ഡ്. ഭയങ്കര ഫൺ ടു റൈഡ് ഒരു സിറ്റി ബൈക്കാണ് ടി വി എസ് റൈഡർ 125. ഇപ്പം സീറ്റിംഗ് പൊസിഷൻ ആണെങ്കിലും ഒരു സ്പോർട്ടി പൊസിഷൻ ഈ വണ്ടിക്കുണ്ട്. അതുപോലെ തന്നെ അത് നമുക്ക് നല്ലൊരു കൺട്രോളും തരുന്നുണ്ട് ബൈക്കിൻ്റെ മേളിൽ. ഈ ഒരു ബൈക്ക് ടി വി എസ് റൈഡർ 125 കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ഒപ്പീനിയനും കമൻറ്റ് ബോക്സിൽ പറയുക. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള ഒപ്പീനിയനും കമൻറ്റ് ബോക്സിൽ പറയുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പം ഇതുപോലെയുള്ള ഓട്ടോമോട്ടീവ് കണ്ടൻറ്റിന് വേണ്ടി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോയും ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ ട്യൂണിങ് ഇൻ ആൻഡ് ഹാവ് എ ഗുഡ് റെസ്റ്റ് ഓഫ് ദ ഡേ. താങ്ക് യു ഫോക്സ്. ബൈ.